Hi students, welcome back to A Dream Classroom. So, in this session, we are going to deal with the 7th unit of Block 3 of the paper BPCG 172, Youth Identity and Gender. Okay, Youth and Gender എന്ന് പറയുന്ന ഈ പേപ്പറിൽ നമ്മൾ യൂണിറ്റ് 7 ആണ് ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ യൂണിറ്റ് 7 എന്താണ് അതിന്റെ നെയിം വരുന്നത്? ടൈറ്റിൽ ഇസ് given like this: Youth Identity and Globalization. Okay, Youth Identity and Globalization. സോ ഇതിന് മുന്നേ നമ്മൾ സോഷ്യലൈസേഷൻ ആയിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗ്ലോബലൈസേഷൻ ആണ്, അതായത് ഒരു വേൾഡ് വൈഡ് ആയിട്ട് എങ്ങനെയാണ് യൂത്ത് ആൻഡ് ഐഡന്റിറ്റി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ യു ക്യാൻ സീ ദ PPT ഹിയർ. സോ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യും? We understand youth identity and its role in lifespan development, exploring how identity forms during the transition from childhood to adulthood and shapes individual trajectories. Then we examine youth aspirations and their societal contributions, analyzing how the goals, ambitions, and agency of young people drive social, economic, and cultural progress. Then we understand globalization and its impact on youth identity, explore globalization's influence on work patterns, culture, technology, and gender relations. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. സോ നോക്കാം, ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് യൂത്ത് ആൻഡ് ഗ്ലോബലൈസേഷൻ? എന്താണ് യൂത്ത് ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ടേം അല്ലെ, ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂത്ത് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ക്രിട്ടിക്കൽ ലൈഫ് സ്റ്റേജ് മാർക്ഡ് ബൈ ഐഡന്റിറ്റി ഫോർമേഷൻ ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. വി നോ ദാറ്റ്. എന്നാൽ ഗ്ലോബലൈസേഷൻ എന്താണ്? ഗ്ലോബലൈസേഷൻ പ്രൊവൈഡ്ലി ഷേപ്പ് ദിസ് പീരിയഡ്. അപ്പൊ ഗ്ലോബലൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പീരിയഡ് ഉണ്ടല്ലോ, യൂത്ത് പീരിയഡ്, അതിനെ എന്ത് ചെയ്യുന്നത്? ഷേപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. അതായത് ഇൻഫ്ലുവൻസിങ് എഡ്യൂക്കേഷൻ, വർക്ക് ഓപ്പർച്യൂണിറ്റീസ്, മൈഗ്രേഷൻ പാറ്റേൺസ്, cultural exposure, and youth aspirations. Okay, now understanding youth in the context of global interconnectedness is essential for appreciating the challenges and opportunities that define modern young lives. അപ്പോൾ ഗ്ലോബലി ഈ ഒരു യൂത്ത് എന്നുള്ളൊരു ഇതിനെ, അല്ലെങ്കിൽ യൂത്ത് എന്നുള്ള ഒരു കാര്യത്തെ ഗ്ലോബൽ ഇന്റർകണക്റ്റഡ്നെസ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. അത് ഈ പറഞ്ഞ അപ്രിഷിയേറ്റിംഗ് ദ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഡിഫൈൻ മോഡേൺ യങ് ലൈഫ്സ് അല്ലെ. നമുക്കും ഈ മോഡേൺ കാലഘട്ടത്തിലെ യങ് ലൈഫ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അതെന്നാ പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് യൂത്ത് ഐഡന്റിറ്റി. എന്താണ് യൂത്ത് ഐഡന്റിറ്റി? നമുക്ക് നോക്കാം. സോ യൂത്ത് ഐഡന്റിറ്റി ഈസ് ബോത്ത് എ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ട്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ പോലെ ഐഡന്റിറ്റി അല്ലെ, യൂത്ത് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ബോത്ത് ബയോളജിക്കലി കൺസ്ട്രക്ട്, ദാറ്റ് ഇസ് സെക്സ് അല്ലെ, ദെൻ സോഷ്യലി കൺസ്ട്രക്റ്റഡ്, ദാറ്റ് ഇസ് ജെൻഡർ, ഷേപ്ഡ് ബൈ ലിവ്ഡ് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്സ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി. അതാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഇവോൾവ്സ് continuously through interaction with family, peers, and institutions. Then modern youth face unique challenges and opportunities compared to past generation. അപ്പൊ ഇതിന് നമ്മുടെ കഴിഞ്ഞ മുന്നേ അല്ലെ പോയിട്ടുള്ള പാസ്റ്റ് ജനറേഷനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെ ദ കറന്റ് ഇറ അല്ലെങ്കിൽ കറന്റ് മോഡേൺ യൂത്ത് എന്താണ് ഫേസ് ചെയ്യുന്നത്? യുണീക്ക് ആയിട്ടുള്ള ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും ആണ് അല്ലെ. അതായത് നാവിഗേറ്റിംഗ് റാപ്പിഡ് സോഷ്യൽ ചേഞ്ചസ്, ഡിജിറ്റൽ എൻവയോൺമെന്റ്സ് ആൻഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസസ് വൈൽ കൺസ്ട്രക്ടിങ് എ കൊഹിറന്റ് ആൻഡ് മീനിങ്ഫുൾ സെൻസ് ഓഫ് സെൽഫ് എന്നുള്ളത്. കുറച്ചുകൂടി കോമ്പാക്റ്റഡ് ആയിട്ടുള്ള അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് മോഡേൺ ലൈഫിൽ യൂത്ത് ഫേസ് ചെയ്യുന്നത് എന്നാണ്. നോക്കാം, യൂത്ത് ആസ് എ ഡെവലപ്മെന്റൽ പീരീഡ് എന്നുള്ള നെക്സ്റ്റ് സ്ലൈഡാണ്. നമുക്കറിയാം യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ അഡോളസെന്റ് ഏജ് ആണ് അല്ലെ. എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, സെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, എല്ലാം. സോ സെർച്ച് ഫോർ ഐഡന്റിറ്റി ആൻഡ് സെൽഫ് അവയർനെസ് ഉള്ള ഒരു കാലമാണ്. സെൽഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഇൻക്രീസ്ഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ പറ്റും? യൂത്തിൽ കാണാൻ പറ്റും. ഓക്കെ, സോ യൂത്ത് ആസ് എ ഡെവലപ്മെന്റൽ പീരീഡ് എന്നുള്ളത്. ഇനി എന്താണ് യൂത്ത് ആസ് എ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ large youth populations can drive economic growth and innovation when
properly supported. Education and skill development are essential for harnessing the demographic divide. Investing in youth empowers them as agents of positive social transformation. A young, capable of workforce contribute to national productivity and progress എന്നുള്ളത്. അതായത് യൂത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ പീരിയഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കൊഗ്നിറ്റീവ് ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ എന്തെന്നുണ്ടാവുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് ബിക്കം മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡെവലപ്പ് ദ എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി, അല്ലെ? വി നോ ദാറ്റ്. They begin to question existing beliefs, traditions, and social norms. So this questioning process helps them create their own identity and worldview. അപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുമുള്ള ആ യൂത്തിന്റെ ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു സ്വഭാവമാണ് അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതും വേൾഡ് വ്യൂ ആയിട്ട്, അല്ലെങ്കിൽ വേൾഡ് വ്യൂവിനെ അല്ലെ എല്ലാം നോക്കിക്കാണാനും അവരെ കൊണ്ട് സാധിപ്പിക്കുന്നത് എന്ന് പറയാം. സോ യൂത്ത് ഈസ് ഓൾസോ എ ടൈം ഓഫ് ആസ്പിറേഷൻ ആൻഡ് ഡ്രീംസ്, അതും നമുക്ക് പറയാം അല്ലെ. സോ യങ് പീപ്പിൾ സെറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ ഗോൾസ് ആൻഡ് ഇമാജിൻ ദ കൈൻഡ് ഓഫ് ലൈഫ് ദേ വാണ്ടഡ് ടു ലീവ്. സോ അവര് ഇമാജിൻ ചെയ്യുന്ന ലൈഫ് അവർ എപ്പോഴും എന്താണ്, ദേ ഓൾവേസ് ലുക്കിംഗ് ഫോർ ദാറ്റ് എന്നുള്ളതാണ്. ആൻഡ് however this stage can also involve uncertainty, confusion, and stress because important life decisions must be made. Therefore, youth is often described as a period of opportunities as well as challenges. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് യൂത്ത് എന്തുള്ളത്, ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അതേപോലെ തന്നെ പീരീഡ് ഓഫ് ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഡെമോക്രാറ്റിക് ഡിവിഡൻഡ് എന്താന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രസി നമുക്കറിയാം, ജനാധിപത്യം അല്ലെ. സോ ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷൻസ് ഇൻ ദ വേൾഡ്. ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻസ് ഉള്ള ഒരു കൺട്രി കൂടിയാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാർജ് യൂത്ത് പോപ്പുലേഷൻ എന്താണ്, ഈ ലാർജ് യൂത്ത് പോപ്പുലേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫൻ കോൾഡ് ആസ് അതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നമ്മൾ ഓഫൻ വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കന്റ്ലി ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. കാരണം എന്താണ്, ഈ ഒരു യൂത്ത് പോപ്പുലേഷനില് അല്ലെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ല ഈ ഗ്ലോബൽ വ്യൂവില് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സിഗ്നിഫിക്കന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ബോത്ത് ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. സോ വെൻ യങ് പീപ്പിൾ റിസീവ് quality education, health care and skill training, they become productive members of society. അല്ലെ, യൂത്ത് എന്ന് പറയുന്നത് അല്ലെ സെറ്റ് ഫോർ എവറിഥിങ് ആണ്. ദേ ആർ ദ എനർജറ്റിക് ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ എനർജറ്റിക് പീരിയഡ് ഓഫ് എന്താ പറയട്ടെ, ഹ്യൂമൻ ഐഡന്റിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയാം. ഏറ്റവും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമും കൂടിയാണ് യൂത്ത് എന്നുള്ളത്. സോ വേണ്ടത്ര എഡ്യൂക്കേഷനും വേണ്ടത്ര കാരിയർ ഗോൾസും അതുപോലെ തന്നെ കാരിയർ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യൂത്ത് അല്ലെ ദേ ബിക്കം പ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് എ മേജർ തിങ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. So youth possesses creativity, energy, innovation and adaptability. So these qualities enable them to contribute to economic progress, technological development and social transformation. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ, യൂത്ത് എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടൈമും കൂടിയാണ്. സോ നമ്മൾ എന്താണ് വേണ്ടത്ര കാര്യം അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം അവർ വേൾഡ് വി ക്യാൻ കോൺട്രിബ്യൂട്ട് എനിത്തിങ്. സോ however, if opportunities for education and employment are inadequate, the demographic dividend can become a challenge. പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ചലഞ്ചിങ് ഇൻഅഡിക്വേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡിവിഡൻഡ് എന്താണ് ബിക്കമിങ് എ ചലഞ്ച് ആയിട്ടുള്ള കാര്യമായി തീരും. സോ therefore investment in youth development is essential for national progress. അപ്പൊ ഒരു നേഷൻ പ്രോഗ്രസ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം, എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെ ഇൻവെസ്റ്റ്മെന്റ്, യൂത്ത് ഡെവലപ്മെന്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൂടിയേ തീരൂ എന്നാ പറയുന്നത്. ഓക്കെ, സോ അതാണ് യൂത്ത് ആസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് ഗ്ലോബലൈസേഷൻ എന്നാ പറയുന്നത്? എന്താ ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ നമുക്ക് സിംപ്ലി ഇങ്ങനെ പറയാം, ഇൻക്രീസിംഗ് ഇന്റർ കണക്ട്നെസ് ഓഫ് കൺട്രീസ് ആൻഡ് സൊസൈറ്റീസ് അക്രോസ് ദ വേൾഡ്. ഈ വേൾഡിൽ നമുക്ക് ഇഷ്ടം പോലെ കൺട്രീസ് ഉണ്ട്, ഇഷ്ടം പോലെ സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ സൊസൈറ്റിയും എല്ലാ കൺട്രീസുമായിട്ടുള്ള ഒരു ഇന്റർ കണക്ട്നെസ്, ഒരു പരസ്പരാശ്രയത്വം അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഇൻക്രീസിംഗ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്തൊക്കെ ഈ കണക്ട്നെസ് എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആവാം, ഗുഡ്സ് ആവാം, സർവീസസ് ആവാം, ഇൻഫർമേഷൻ ആവാം, അതുപോലെ തന്നെ എന്താണ് മൂവ്മെന്റ് ഓഫ് ഐഡിയാസ് അക്രോസ് ദ നാഷണൽ ബോർഡേഴ്സ് ആവാം. So the process driven by advancement in technology, trade, communication and migration എന്നും നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ബോത്ത് സിഗ്നിഫിക്കന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കോംപ്ലക്സ് ചലഞ്ചസ് ഫോർ ടുഡേസ് യൂത്ത്. അല്ലെ, എന്താണ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, എന്നാൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് ചലഞ്ചസും ഈ ഒരു ടുഡേസ് യൂത്തിന് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഈ ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഈ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ഇവന്റ്സ് ഒക്കറിംഗ് ഇൻ വൺ പാർട്ട് ഓഫ് ദ വേൾഡ് ക്യാൻ ക്വിക്ലി ഇൻഫ്ലുവൻസ് പീപ്പിൾ ഇൻ അനദർ. അല്ലെ, ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ വേറൊരു അല്ലെങ്കിൽ വേറൊരു സൈഡിലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്താണ്, ഇറ്റ് ഈസ് വെരി ഈസി എന്നുള്ളതാണ്. So globalization has affected economies, politics, education, culture and social relationships, making the world more interconnected and interdependent എന്നാണ് പറയുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ, ടെക്നോളജി, യൂത്ത് എന്നുള്ളതാണ്. എന്താ നോക്കാം. സോ ഗ്ലോബലൈസേഷൻ, യൂത്ത്, technology, അല്ലെ. So easy access to information and knowledge resources worldwide, enabling youth to learn and to grow beyond traditional boundaries. അപ്പൊ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, ബൗണ്ടറീസ്, അതിൽ നിന്നൊക്കെ വിട്ട് ഈ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ ടെക്നോളജിക്കൽ ഇറ എന്ന് പറഞ്ഞാൽ മോർ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് നമുക്ക് കിട്ടാൻ ഇത്തരത്തിലുള്ള എന്താണ് ഈസി ആക്സസ്, അല്ലെ, ഇൻഫർമേഷനും നോളജിലും ഒക്കെ ഉള്ള ഈസി ആക്സസ് എന്ത് ചെയ്യുന്നുണ്ട്? യൂത്തിനെ കൂടുതലായിട്ട് വളരാനും പഠിക്കാനും സഹായിക്കുന്നുണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഇവരെല്ലാം കണക്ട് ചെയ്യുന്നത് യൂത്ത് എന്ന് പറയുന്ന യൂത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് കൾച്ചേഴ്സ്, ദെൻ ഫോസ്റ്ററിംഗ് ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഷെയർഡ് ഐഡന്റിറ്റീസ് എന്നുള്ളതാണ്. അല്ലെ, പലതരത്തില് നമ്മൾ ഇപ്പോ യൂത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ യൂത്ത് ഓൺടർപ്രണേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്തിൽ നിന്നും വേറെ രാജ്യത്തിലേക്ക് പോയിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും. സോ ഷെയർഡ് ഐഡന്റിറ്റി, ഷെയർഡ് കൾച്ചേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്സ് ഓവർ ദ ഗ്ലോബ്സ് എന്ന് പറയാം. globe. Then online learning opportunities is also there, expanding access to quality education, അല്ലെ, regardless of geographic or economic barriers. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ടെക്നോളജിക്കൽ ഇറ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും എന്താണ് ഇൻക്രീസ് ചെയ്യാണ്. സോ ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ക്യാപ്പബിലിറ്റീസ് എംപവറിംഗ് യൂത്ത് ടു കൊളാബറേറ്റ്, ഇന്നോവേറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് എന്നും പറയുന്നുണ്ട്. അതാണ് അതിൽ പറയാനുള്ളൂ കേട്ടോ. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ചേഞ്ചിങ് വർക്ക് പാറ്റേൺസ്. അപ്പൊ ഇത് കുറച്ചും കൂടിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ചേഞ്ചിങ് വർക്ക് പാറ്റേൺസ് എന്താണത് പറഞ്ഞാല്, ഗ്രോത്ത് ഓഫ് ഗ്ലോബൽ ജോബ് മാർക്കറ്റ്സ് ആൻഡ് റിമോട്ട് വർക്ക് ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ പ്രൊഫഷണൽ സ്കിൽസ് റിക്വയർമെന്റ്സ് ഇൻ എ ഡിജിറ്റൽ എക്കണോമി. എന്താണ് അതായത് കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പറ്റില്ലേ, അതായത് എന്താണ് ചേഞ്ചിങ് കൾച്ചർ, വെയിറ്റ്, ഗ്ലോബലൈസേഷൻ, യൂത്ത് ആൻഡ് വർക്ക് പാറ്റേൺസ്. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ്ലി ട്രാൻസ്ഫോംഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വർക്ക് പാറ്റേൺസ്, അല്ലെ. ഗ്ലോബലൈസേഷൻ ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സിലൂടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും വർക്ക് പാറ്റേൺസ് ഒക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സോ പഴയ ഒരു കാലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ലാർജ്ലി ലോക്കൽ ആയിരുന്നു. ആൻഡ് ടുഡേ യങ് പീപ്പിൾ ക്യാൻ പെർസ്യൂ കാരിയേഴ്സ് ഇൻ മൾട്ടിനാഷണൽ കമ്പനീസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, അല്ലെ. നമുക്ക് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇന്നത്തെ യങ് പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാരിയർ പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസിലും ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ, മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെ, യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമായിട്ടാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ഗ്രോത്ത് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്താണ്, ഔട്ട്സോഴ്സിങ്, അതുപോലെ തന്നെ ഫ്രീലാൻസിങ്, റിമോട്ട് വർക്ക് ഹാസ്
ക്രിയേറ്റഡ് ന്യൂ എംപ്ലോയ്മെന്റ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഒട്ടനവധി കാരിയർ ഓപ്ഷൻസ് ആണ് ഈ ഒരു ഗ്ലോബലൈസേഷനിലൂടെ സാധ്യമായിട്ടുള്ളത്, അതും ഈ ഗ്രോത്ത് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ അല്ലെ. So many young people migrate to different cities or countries for education and employment. As a result, youth are exposed to diverse culture and professional environment. അപ്പൊ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? We are going abroad and for the എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നുണ്ട്. അതിലൂടെ എന്താണ്, ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സിലൂടെയും പ്രൊഫഷണൽ എൻവയോൺമെന്റിലൂടെയും നമ്മൾ എന്താണ് ഇടപെടുകയാണ് ചെയ്യുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? has also increased competition in the job market. ജോബ് മാർക്കറ്റിൽ ഒരു എന്താണ് കോമ്പറ്റീഷൻ കൂടിയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. യങ് പീപ്പിൾ ആർ എക്സ്പെക്ടഡ് ടു കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ദെയർ സ്കിൽസ് ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് എക്കണോമിക് കണ്ടീഷൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഫർമേഷൻ ലോഡഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്ന എല്ലാ ചേഞ്ചസും നമുക്ക് അറിയണം. അപ്പൊ അതൊക്കെ ഒരു ചലഞ്ചിങ് ഫാക്ടർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. So thus globalization offers both opportunities and challenging the world of work എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ചേഞ്ചിങ് കൾച്ചർ നമ്മൾ പറഞ്ഞു. എന്താണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ചേഞ്ചിങ് കൾച്ചർ? എക്സ്പോഷർ ടു ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, വാല്യൂസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ത്രൂ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ഫോസ്റ്റേഴ്സ് ക്രോസ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഹൈബ്രിഡ് ഐഡന്റിറ്റീസ് എമംഗ് യൂത്ത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കൾച്ചർ പലതരത്തിലുള്ള കൾച്ചേഴ്സ് വരുന്നതാണ്. പിന്നെന്താണ്? ഗ്ലോബലൈസേഷൻ challenges traditional customs and practices, creating tension between local cultural heritage and global influences, requiring youth to navigate complex questions of belonging and cultural loyalty. അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. Then globalization, gender identity and youth എന്നുള്ളത് എന്താണത്? ഇൻക്രീസ്ഡ് അവയർനെസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി അക്രോസ് സൊസൈറ്റീസ്, എക്സ്പാൻഡഡ് എഡ്യൂക്കേഷണൽ ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ജെൻഡേഴ്സ്, changing societal power relations and greater visibility of diverse gender identities, then challenge to traditional gender norms and stereotypes. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജെൻഡർ സ്റ്റീരിയോടൈപ്സ്, ജെൻഡർ നോംസ്, ജെൻഡർ റോൾസ്, അതിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഈ നെക്സ്റ്റ് പറയാനുള്ളതാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് LGBTQIA++ വിസിബിലിറ്റി എന്നുള്ളത്. എന്താണ്? ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസസ് അവയർനെസ് ഓഫ് LGBTQA+. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LGBT എന്ന് പറയുമ്പോൾ L ഫോർ ലെസ്ബിയൻ, ഗേ, ബയോസെക്ഷൽ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡേഴ്സ്, ക്യൂർ, അങ്ങനെ കുറേ വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ജെൻഡേഴ്സിന്റെ ന്യൂആൻസസ് ആണ് നമുക്ക് ഈ LGBTQ എന്ന് പറയുന്നത്. സോ അതിന്റെ അവയർനെസ് അതുപോലെ തന്നെ അവർക്കുള്ള റൈറ്റ്സ്, ഇഷ്യൂസ് ഒക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടിയിട്ടുണ്ട്. സോ വിസിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഈസ് സ്റ്റെഡ്ലി ഇൻക്രീസിംഗ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഐക്യദാർഢ്യവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിന് ഇക്വാലിറ്റിയും അവർക്കൊരു വോയിസ് ഒക്കെ കിട്ടുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെയാണ്. അതെന്താണ്? ത്രൂ ഗ്ലോബലൈസേഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ സൊസൈറ്റൽ ഡിസ്കഷൻസ് ഓൺ ഇൻക്ലൂഷൻ ആൻഡ് ഇക്വാലിറ്റി ആർ ഗ്രോയിങ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് ബോർഡേഴ്സ്. അപ്പൊ ഇവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ട, ഇവരൊന്നുമല്ല, നമ്മളിൽ ഒരാളാണ് LGBTQA+ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ, ഇതെല്ലാം ഗ്രോ ചെയ്യുന്നത് അക്രോസ് കൾച്ചേഴ്സ് ആയിട്ടും ബ്രോഡേഴ്സ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ അലയൻസസ് ആൻഡ് മൂവ്മെന്റ്സ് ആർ പ്രൊമോട്ടിംഗ് ആക്സെപ്റ്റൻസ് ആൻഡ് ഡ്രൈവിംഗ് മീനിങ്ഫുൾ സോഷ്യൽ ചേഞ്ചസ് എന്നുള്ളത്. ഇനി നെഗറ്റീവ് എഫക്ട്സ് ഓഫ് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് എഫക്ട്സും ഗ്ലോബലൈസേഷന്റെ പറയുന്നത്. പോസിറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോ ഈ പറഞ്ഞതെല്ലാം പോസിറ്റീവ് എഫക്ട്സ് ആണ്. ലൈക്ക് ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ നോളജ് റിസോഴ്സസ്, technological advancement and digital innovation, expanded global employment options and career mobility, cultural exchange and multicultural awareness. These are coming under the positive effects of globalization. In negative effects എന്തൊക്കെയാണ്? You can see here cultural homogenization and loss of local traditions. നമ്മൾ ഈ കൾച്ചേഴ്സ് നമ്മുടെ ഇവിടുത്തെ കൾച്ചർ വേറൊരു കൺട്രിയുടെ കൾച്ചറുമായിട്ട് ഷെയർ ആയിപ്പെടുമ്പോൾ ആ ഒരു ഹോമോജനൈസേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ കൾച്ചറൽ ഹോമോജനൈസേഷൻ വരികയാണ് ചെയ്യുന്നത് ഹെട്രോജീനിയസിൽ നിന്നും ഹോമോജനസിലേക്ക് വരികയാണ് എല്ലാം ഒരുപോലെ എന്നുള്ള രീതിയിലേക്ക്. അതുപോലെ തന്നെ ലോക്കൽ ട്രഡീഷൻ ഒക്കെ അവിടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ദെൻ ഐഡന്റിറ്റി കൺഫ്യൂഷൻ എമംഗ് യൂത്ത് നാവിഗേറ്റിംഗ് ഗ്ലോബൽ ഇൻഫ്ലുവൻസസ്, റൈസ് ഓഫ് കൺസ്യൂമറിസം ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ്. ഇപ്പൊ ഇതെല്ലാം
പോകുന്നത് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ സംഭവിക്കുന്നതൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂസിന്റെ പുറത്താണ് അല്ലെ. അപ്പോൾ ആ ഒരു റൈസ് ഓഫ് കൺസ്യൂമറിസവും മെറ്റീരിയലിസ്റ്റിക് വാല്യൂസ് ഒക്കെ അവിടെ റൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, സ്ട്രെസ് ആൻഡ് എക്കണോമിക് ഇനീക്വാലിറ്റി പറഞ്ഞ കാര്യങ്ങളല്ലേ. സ്ട്രെസ് ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് തന്നെയാണ് ഗ്ലോബലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിലൂടെ എന്താണ് ഇൻഡിവിജ്വൽസിന് എസ്പെഷ്യലി യൂത്തിന് എന്താണ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നേച്ചറും എക്കണോമിക് ഇനീക്വാലിറ്റീസും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഒക്കെ കാണാൻ പറ്റും. സോ ദീസ് ആർ കമ്മിങ് അണ്ടർ നെഗറ്റീവ് എഫക്ട്സ് എന്ന് പറയാം കേട്ടോ. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇതില്? കീ കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാ പഠിച്ചത്? യൂത്ത് എന്ന് പറയുന്നത് ട്രാൻസിഷൻ പീരിയഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ് ആണ്. ആൻഡ് ഇറ്റ് മാർക്ഡ് ബൈ ഐഡന്റിറ്റി ഫോർമേഷൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇനി ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് ഓഫ് self developed through personal experiences, relationships, education and social participation. Globalization എന്താ പറഞ്ഞത്? The flow of people. Flow എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് അല്ലെ. Movement of people, goods, ideas and culture across national borders, creating an interconnectedness world അല്ലെ. Then demographic dividend. അതെന്താ പറഞ്ഞത്? എക്കണോമിക് അഡ്വാൻറ്റേജ് ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ അറൈസിംഗ് ഫ്രം എ ലാർജ് പ്രൊഡക്റ്റീവ് യൂത്ത് പോപ്പുലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ കീ കോൺസെപ്റ്റ് റിവ്യൂ എന്നുള്ളത്. സോ വി ക്യാൻ കൺക്ലൂഡ് അവർ യൂണിറ്റ് ബൈ സേയിങ് ലൈക്ക് youth identity is shaped by personal and social experiences. Globalization transforms education, work, technology and culture. Youth serves as agents of social and economic change. Then opportunities and challenges coexist in identity formation. Inclusive participation is essential for positive societal contributions. Inclusive participation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ inclusion of all kind of genders across globalization എന്നുള്ളതാണ് കേട്ടോ. So that's all about. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് വായിക്കുക. അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് 7 വരുന്നത്, ജെൻഡർ, യൂത്ത് ഐഡന്റിറ്റി ആൻഡ് സെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് കറന്റ്ലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഇതിലൂടെ വരുന്നത്. ആസ് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിലും ടെക്നോളജിക്കൽ ഏറയാണെന്നുണ്ടെങ്കിലും, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു അസ് ആസ് യൂത്ത് എന്ന് പറയുന്നത് അല്ലെ. യൂത്തിലെ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. സോ നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങളും വ്യൂ പോയിന്റും നമുക്ക് ഇതില് അല്ലെ, വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനും കൂടി പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ, ദിസ് യൂണിറ്റ്. സോ ഐ ഹോപ്പ് all these points are clear for you. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can contact me. Okay, so that's it. Thank you.